Hi friends, welcome to Gagan Tech. HTML മലയാളം ട്യൂട്ടോറിയലിൻ്റെ നാലാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് HTML elements എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. An HTML elements is defined by a start tag, some content and an end tag. ഒരു സ്റ്റാർട്ട് ടാഗും അതിനുള്ളിൽ ഒരു കണ്ടന്റും പിന്നെ ഒരു എൻഡ് ടാഗും അതിനെയാണ് നമ്മൾ HTML elements എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ടാഗ് നെയിം, ഒരു ടാഗ് നെയിം ഉണ്ടായിരിക്കും, അതിനകത്തൊരു കണ്ടന്റ് എന്താണോ നമ്മുടെ കണ്ടന്റ്, പിന്നെ ആ ടാഗ് നെയിം ക്ലോസ് ചെയ്യുക. ഇപ്പം H1 എന്ന് പറയുന്ന ഒരു ടാഗ് എന്ന് വെച്ചാൽ ഹെഡിങ്ങിന് വേണ്ടിയിട്ടുള്ള H1 ടാഗിനകത്ത് ഓപ്പൺ ടാഗ് H1, അതിനകത്ത് നമ്മുടെ ഫസ്റ്റ് ഹെഡിങ്, മൈ ഫസ്റ്റ് ഹെഡിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് H1 ടാഗ് ക്ലോസ് ചെയ്യുക. അതുപോലെ തന്നെയാണ് നമ്മൾ ഓൾറെഡി പി ടാഗിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. പി ടാഗ്, പി എന്ന് വെച്ചാൽ പാരഗ്രാഫ് ടാഗ് എന്നാണ് അതിൻ്റെ അർത്ഥം. പി ടാഗ് വരുന്നത് രണ്ട് ആംഗിൾ ബ്രാക്കറ്റിനകത്താണ് പി എന്ന് പറയുന്ന എലമെൻറ്റ് വരുന്നത്. അത് ക്ലോസ് ചെയ്യുന്നത് ഒരു ആംഗിൾ ബ്രാക്കറ്റിനകത്ത് തന്നെ ഹാഷ്, ബാക്ക് ഹാഷ് ഇട്ട് സ്ലാഷ് ഇട്ടിട്ട് അതിനകത്ത് പി എഴുതുന്നതാണ് പി ടാഗ് ക്ലോസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ടാഗ് നെയിംസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ HTML elements എന്ന് പറയുന്നത്. ഈ സ്റ്റാർട്ട് ടാഗ്സ് എൻഡ് ടാഗും വരുന്ന ഒരുപാട് HTML elements ഉണ്ട്. BR ടാഗിന് HTML കണ്ടന്റും ഇല്ല, എലമെൻറ്റിന് കണ്ടന്റും ഇല്ല, എൻഡ് ടാഗും ഇല്ല. ബിക്കോസ് BR ടാഗ് എന്ന് പറയുന്നത് ബ്രേക്ക് എന്ന് പറയുന്ന ടാഗാണ്. അതിന് കണ്ടന്റ് ഇല്ല. ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഒരു ലൈനിൽ നിന്ന് നെക്സ്റ്റ് ലൈനിലേക്ക് ബ്രേക്ക് ആവാൻ വേണ്ടിയിട്ടാണ് BR ടാഗ് യൂസ് ചെയ്യുന്നത്. അതിന് എലമെൻറ്റ് കണ്ടന്റ് ഒന്നുമില്ല. പിന്നെ അതായത് എൻഡ് ടാഗ് യൂസ് ചെയ്യേണ്ട ആവശ്യവുമില്ല. അതാണ് BR ടാഗ് എന്ന് പറയുന്നത്. BR ടാഗ് എന്ന് പറയുന്ന ഒരു എംപ്റ്റി ടാഗാണ്. ദീസ് എലമെന്റ്സ് ആർ കോൾഡ് എംപ്റ്റി എലമെന്റ്സ്. ഈ എലമെന്റ്സിന് എംപ്റ്റി എലമെന്റ്സ് എന്നാണ് പറയുന്നത്. എംപ്റ്റി എലമെന്റ്സ് ഡു നോട്ട് ഹാവ് എനി എൻഡ് ടാഗ്. എൻഡ് ടാഗ് ഉണ്ടായിരിക്കത്തില്ല എംപ്റ്റി എലമെന്റ്സിന്. ഇനി നമ്മൾ നെസ്റ്റഡ് HTML elements എന്താണ് എന്നാണ് നോക്കാൻ പോകുന്നത്. HTML elements can be nested. HTML elementsനെ നെസ്റ്റഡ് ചെയ്യാൻ പറ്റും. നെസ്റ്റഡ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? This means that elements can contain other elements. ഒരു എലമെൻറ്റിനകത്ത് വേറെയും എലമെൻസിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതന്നെയാണ് നമ്മൾ നെസ്റ്റഡ് HTML elements എന്ന് പറയുന്നത്. All HTML documents consist of nested HTML elements. എല്ലാ HTML ഡോക്യുമെൻസിനകത്തും നമുക്ക് നെസ്റ്റഡ് HTML elementsനെ യൂസ് ചെയ്യാൻ പറ്റും. ഒരു HTML എലമെൻറ്റിനകത്ത് തന്നെ വീണ്ടും 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 HTML elementsനെ നെസ്റ്റ് ചെയ്യാൻ പറ്റും, കൺസിസ്റ്റ് ചെയ്യാൻ പറ്റും. ദ ഫോളോയിങ് എക്സാമ്പിൾ കൺസിസ്റ്റ് ഓഫ് 4 HTML elements. ഈ കാണിച്ചിരിക്കുന്ന ലാസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് 4 HTML elementsനെ നമ്മൾ നെസ്റ്റഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ HTML, ഇത് നമ്മൾ പറഞ്ഞിട്ട് HTML എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ, അത് ഏത് ടൈപ്പ് ഓഫ് HTML ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള HTML5 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക് ടൈപ്പ് HTML എന്ന് നമ്മൾ പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ നെക്സ്റ്റ് HTML ടാഗ്. നെക്സ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്ന HTML എലമെൻ്റ് ആണ്. ആ HTML എലമെൻറ്റിനകത്ത് നമുക്ക് ബോഡി എന്ന് പറഞ്ഞ് വേറൊരു എലമെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ബോഡിക്കുള്ളിൽ വീണ്ടും H1 എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനകത്ത് നമ്മൾ നമ്മുടെ ഹെഡിങ് എന്താണ് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആ H1 എലമെൻറ്റിനെ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പി ടാഗ് അടുത്തത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പി ടാഗ് എന്ന് പറയുന്നത് പാരഗ്രാഫ് ടാഗ്. മൈ ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് പി ടാഗിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ പി ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ ഈ രണ്ട് കണ്ടന്റ്, അതായത് H1ഉം പി ടാഗും നമ്മളെ ബോഡി എന്ന് പറയുന്ന എലമെന്റിനകത്ത് നെസ്റ്റഡ് ചെയ്തേക്കുവാണ്. അതിനുള്ളിൽ ബോഡി ഏതിനകത്തേക്കാണ് നെസ്റ്റ് ചെയ്തേക്കുന്നത്? HTML എലമെൻറ്റ്. അപ്പോൾ HTML എലമെൻറ്റും ബോഡിയും കഴിഞ്ഞിട്ട് ബോഡിക്കുള്ളിലാണ് നമ്മുടെ കണ്ടന്റ് എഴുതേണ്ടത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ. അപ്പോൾ ബോഡിക്കകത്ത് നമ്മൾ വീണ്ടും H1 എന്ന് പറയുന്ന ടാഗ്
പി ടാഗും അങ്ങനെ നമ്മൾ 2 ടാഗ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോഡി ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ HTML ടാഗും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു ചെറിയ ഒരു എക്സാമ്പിൾ. HTMLന്റെ നെസ്റ്റഡ് HTML എലമെൻസിൻ്റെ ചെറിയൊരു എക്സാമ്പിളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. എക്സാമ്പിളിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് പറയാം, എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് പറയാം. അതായത് നമ്മൾ ഫസ്റ്റ് HTML ടാഗാണ് നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ളത്. അതിന് നമ്മളെ റൂട്ട് എലമെൻറ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ HTML ടാഗ് ആദ്യത്തെ ടാഗിനെ നമ്മൾ റൂട്ട് എലമെൻറ്റ് എന്നാണ് പറയുന്നത്. The HTML element is the root element and it defines the whole HTML document. The HTML element is the root element. HTML element എന്ന് പറയുന്ന ഒരു റൂട്ട് എലമെൻ്റ് ആണ്. It defines the whole HTML document. ഈ whole HTML documentനെ ഡിഫൈൻ ചെയ്യുന്നു. It has a start tag and an end tag. ആ HTML എലമെൻറ്റിന് എന്താണുള്ളത്? ഒരു സ്റ്റാർട്ട് ടാഗും ഒരു എൻഡ് ടാഗും ഉണ്ട്. And then inside the HTML element there is a body element. അത് കഴിഞ്ഞിട്ട് നമ്മുടെ HTML എലമെൻറ്റിനകത്ത് എന്താണുള്ളത്? ഒരു ബോഡി എലമെൻ്റ് ആണുള്ളത്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ബോഡി എലമെൻറ്റ് അതെന്ന് പറയുന്നത് നമ്മൾ കണ്ടന്റ് റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ബോഡി എലമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ദ ബോഡി എലമെൻറ്റ് ഡിഫൈൻസ് ദ ഡോക്യുമെൻറ്റ്സ് ബോഡി. ആ ഡോക്യുമെൻറ്റിൻ്റെ ബോഡിയാണ് ബോഡി എലമെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് എ സ്റ്റാർട്ട് ടാഗ് ആൻഡ് എ എൻഡ് ടാഗ്. അതിനും ഒരു സ്റ്റാർട്ട് ടാഗ് ഉണ്ട്, എൻഡ് ടാഗ് ഉണ്ട്. Then inside the body element there are two other elements H1 and P1. നമ്മൾ പറഞ്ഞായിരുന്നു ആ ബോഡി എലമെൻറ്റിനകത്ത് H1ഉം P1ഉം എന്ന് പറയുന്ന 2 എലമെൻറ്റ്സ് ഉണ്ട്. H1 element defines a heading. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു H1 എലമെൻറ്റ്സ് ഹെഡിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത് ഹെഡിങ്ങിനെയാണ്. ഇറ്റ് ഹാസ് എ സ്റ്റാർട്ട് ടാഗ് H1 ആൻഡ് an end tag H1. H1 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ടാഗും എൻഡ് ടാഗും ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പി ടാഗാണ്. പി ടാഗ് പാരഗ്രാഫിന് വേണ്ടിയിട്ടാണ്. ഇറ്റ് ഹാസ് എ സ്റ്റാർട്ട് ടാഗ് ആൻഡ് an end tag. അതിനും ഒരു സ്റ്റാർട്ട് ടാഗും എൻഡ് ടാഗും ഉണ്ട്. ഇതാണ് നമ്മുടെ HTML. നെസ്റ്റഡ് HTML എലമെൻറ്റ് എന്ന് വെച്ചാൽ ഇതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ സ്റ്റാർട്ട് ടാഗും എൻഡ് ടാഗും ഉള്ള HTML എലമെൻസിനെ എൻഡ് ടാഗ് മറക്കാൻ പാടില്ല. പക്ഷെ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. പക്ഷേ അതൊരു നല്ല പ്രാക്ടീസ് അല്ല. ഗുഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ടാഗും എൻഡ് ടാഗും നമ്മൾ ഡിഫൈൻ ചെയ്ത് തന്നെ കാണിക്കണം. നമുക്ക് empty HTML elements എന്താണെന്ന് നോക്കാം. HTML elements with no content are called empty elements. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അതിനൊരു എക്സാമ്പിൾ ആണ് BR ടാഗ് എന്ന് പറഞ്ഞു. ബ്രേക്ക് ടാഗ്, ലൈൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് BR ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊരു empty എലമെൻ്റ് ആണ്. അതിന് കണ്ടന്റ് ഒന്നുമില്ല. ഇപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഒരു P ടാഗ് ഇവിടെ ഉണ്ട്. P ടാഗ് എന്ന് വെച്ചാൽ പാരഗ്രാഫ് ടാഗാണ്. പാരഗ്രാഫ് നമ്മളിങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. പി ടാഗിനകത്ത് ദിസ് ഈസ് എ, BR ടാഗ് അതിൻ്റെ ഇടയ്ക്ക് കൊടുക്കണം, പാരഗ്രാഫ് വിത്ത് എ ലൈൻ ബ്രേക്ക്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും വരുന്നത്? ഒന്ന് പറയാമോ? അതായത് പി ടാഗിനകത്ത് ദിസ് ഈസ് എ എന്ന് പറഞ്ഞിട്ട് ഒരു ലൈനിൽ വരും. അത് കഴിഞ്ഞിട്ട് BR ടാഗ് വന്നിട്ടുണ്ട്. അപ്പോൾ BR ടാഗ് എന്തിനുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? അത് ലൈൻ ബ്രേക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതായത് അപ്പോൾ എന്ത് സംഭവിക്കും? അടുത്ത ലൈനിലായിരിക്കും പാരഗ്രാഫ് വിത്ത് എ ലൈൻ ബ്രേക്ക് എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതായത് ദിസ് ഈസ് എ എന്ന് പറയുന്ന മുകളിലത്തെ ലൈനിലും പാരഗ്രാഫ് വിത്ത് എ ലൈൻ ബ്രേക്ക് എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ലൈനിലുമായിരിക്കും വരുന്നത്. കാരണം അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ BR ടാഗ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട് വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പി ടാഗിനകത്ത് ദിസ് ഇസ് എ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ലൈനിനകത്താണ് പാരഗ്രാഫ് വിത്ത് എ ലൈൻ. ഇവിടെയാണ് നമ്മുടെ റിസൾട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. ഇവിടെയാണ് നമ്മുടെ റിസൾട്ട്. ഇതാണ് നമ്മുടെ റിസൾട്ട്. ദിസ് ഈസ് എ പാരഗ്രാഫ് വിത്ത് എ ലൈൻ ബ്രേക്ക്. Thanks for watching.
Gagan Tech. Wait until the next video. Thank you.